2023 ഓഗസ്റ്റ് 10 അന്നൊരു ബുധനാഴ്ചയായിരുന്നു. സമയം രാത്രി 10 മണിയോടടുക്കുന്നു. എറണാകുളം കലൂർ പൊട്ടക്കുഴിയിലെ എലഗന്റ് അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു യുവതിയുടെ ദയനീയമായ കരച്ചിൽ കേട്ടു. കരച്ചിൽ മാത്രമല്ല, വല്ലാത്ത തരത്തിലുള്ള ആക്രോശവും ഒച്ചപ്പാടുകളും അവിടെ നിന്നുയർന്നു. ആ രാത്രി യുവതിയുടെ കരച്ചിലും അലർച്ചയും ഒക്കെ കേട്ട അയൽവാസികൾ ആകെ അമ്പരന്നു. ആ ഓയോ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് ആരൊക്കെയാണെന്ന് അയൽവാസികൾക്ക് യാതൊരു പിടിയുമില്ല. ദയനീയമായ ആ നിലവിളിയിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. അരുതാത്തതെന്തോ ആ അപ്പാർട്ട്മെന്റിൽ സംഭവിച്ചിരിക്കുന്നു. ഇതിനിടയിൽ അയൽവാസികളായ ചിലരും ആ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ചിലരുമൊക്കെ നിലവിളി കേട്ടിടത്തേക്ക് ഓടിയെത്തി. ആ അപ്പാർട്ട്മെന്റിലെ 2ാം നിലയിലെ ഒരു മുറിയിൽ നിന്നായിരുന്നു ഈ നിലവിളി കേട്ടത്. ആൾക്കാർ ഓടിക്കൂടിയപ്പോൾ ആ മുറി അടഞ്ഞുകിടക്കുകയാണ്. ചിലർ വാതിലിൽ മുട്ടി വിളിച്ചു. അകത്തുനിന്ന് യാതൊരു പ്രതികരണവുമില്ല. അതോടെ ആരോ പോലീസിനെ അറിയിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി. പോലീസും കതകിൽ തട്ടി വിളിച്ചു. പക്ഷെ ആരും വാതിൽ തുറന്നില്ല. അതോടെ വാതിൽ ചവിട്ടി പൊളിച്ചു. വാതിലിന് മുന്നിൽ കൂടി നിന്നവർ അകത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അവിടെ കണ്ട കാഴ്ച മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. ഒരു യുവതി ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റിന് ഒരു കെയർടേക്കർ ഉണ്ടായിരുന്നു. കോഴിക്കോട് തലയാട് തോട്ടിൽ വീട്ടിൽ നൌഷിദ്. എന്നാൽ അയാളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. ഇനി അയാളെങ്ങാനുമാണോ ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ള സംശയം ചിലർക്ക് തോന്നി. നിലവിളി കേട്ട സമയം വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ കൃത്യം നടത്തിയിട്ട് കുറ്റവാളി രക്ഷപ്പെട്ടിട്ടുണ്ടാവണം. പക്ഷേ ആരും പുറത്തു പോകുന്നതായി വേറെ ആരും കണ്ടിട്ടില്ല. എല്ലാവരുടെയും ശ്രദ്ധ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ യുവതിയിലേക്കായിരുന്നു. അവളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലായി പോലീസ്. ആംബുലൻസ് വരുത്തി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അവൾ മരണപ്പെട്ടിരുന്നു. ആരോ ആ പെൺകുട്ടി കിടന്നിരുന്ന മുറിയുടെ അടുത്ത മുറിയിലേക്ക് പോയി നോക്കി. അവിടെ മദ്യപിച്ച് അബോധാവസ്ഥയിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അയാൾ. അതെ, അത് നൌഷിദ് തന്നെയായിരുന്നു, ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർടേക്കർ. പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ബോധം അയാൾക്കില്ലായിരുന്നു. പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകൾ കഴിഞ്ഞു. നൌഷിദിന് ബോധം തെളിഞ്ഞു. അയാൾക്ക് സംസാരിക്കാമെന്നായി. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നടന്നത് എന്താണെന്ന് അയാൾ വെളിപ്പെടുത്തി. അതെ, അയാൾ തന്നെയായിരുന്നു ആ യുവതിയെ കൊലപ്പെടുത്തിയത്. മരണപ്പെട്ട യുവതിയുടെ പേര് രേഷ്മ. ചങ്ങനാശ്ശേരിക്കാരിയായ 27കാരി. ചങ്ങനാശ്ശേരി ചീരംവേലി വാലുമ്മച്ചിറ വീട്ടിൽ രവിയുടെ മകൾ. എറണാകുളത്ത് ഒരു ലാബിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു രേഷ്മ. ലാബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ നൌഷിദിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് പ്രണയമായി വളർന്നു. പലപ്പോഴും അവർ ഒന്നിച്ചു കഴിഞ്ഞു. നൌഷിദിനെക്കുറിച്ച് കൂടുതലൊന്നും രേഷ്മയ്ക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞു വന്നപ്പോഴേക്കും താൻ ചെന്നു ചാടിയത് ഒരു ചതിക്കുഴിയിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നൌഷിദിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതാകട്ടെ രേഷ്മയ്ക്ക് അറിയാനും പാടില്ലായിരുന്നു. നൌഷിദ് പല കേസുകളിലും പ്രതിയാണെന്നറിഞ്ഞത് രേഷ്മയ്ക്ക് ഉൾക്കൊള്ളാനായില്ല. ഇത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. രണ്ടുപേർക്കുമിടയിൽ വഴക്ക് പതിവായി. അങ്ങനെയിരിക്കെ 2021 ഒരു അടിപിടി കേസിലോ മറ്റോ പെട്ട് നൌഷിദ് ജയിലിലായി. യഥാർത്ഥത്തിൽ അതോടെയാണ് കഥ മാറുന്നത്. ജയിലിൽ കിടക്കുമ്പോഴൊക്കെ നൌഷിദിനെ ഏറ്റവും കൂടുതൽ അലട്ടിയത് രേഷ്മയോടുള്ള സംശയമായിരുന്നു. ഇതിനിടയിൽ രേഷ്മയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്നുള്ള സംശയം നൌഷിദിൻ്റെ ഉള്ളിലുണ്ടായി. ഇത് അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കി. തന്നെ ഒഴിവാക്കാൻ രേഷ്മ തനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നുണ്ടെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അയാൾക്ക് അടിക്കടി പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇത് രേഷ്മ കൂടോത്രം ചെയ്തത് കൊണ്ടാണെന്നായിരുന്നു അയാളുടെ വിശ്വാസം. അതോടെ രേഷ്മയോടുള്ള പക നൌഷിദിൻ്റെ ഉള്ളിൽ ആളിക്കത്തി. ഇതിനിടയിൽ നൌഷിദ് ജയിലിൽ നിന്നിറങ്ങി. പക്ഷേ രേഷ്മയ്ക്ക് അയാളെ പിരിയാൻ താല്പര്യമില്ലായിരുന്നു. അവനോടൊപ്പം ഒരുമിച്ച് താമസിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ ഒരുമിച്ച് താമസിക്കേണ്ട, ഇടയ്ക്കിടെ കണ്ടാൽ മതി എന്നായിരുന്നു നൌഷിദിൻ്റെ തീരുമാനം. ഇടയ്ക്ക് ഏതെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ മുറിയെടുത്ത് ഒന്നിച്ചു കഴിയാമെന്ന് നൌഷിദ് അവളോട് പറഞ്ഞു. എന്നാൽ അവളതിന് തയ്യാറായിരുന്നില്ല. നൌഷിദിൻ്റെ അസുഖങ്ങളെക്കുറിച്ചും തങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ ശാരീരിക ബന്ധത്തെക്കുറിച്ചുമൊക്കെ രേഷ്മ ഇവരുടെ ഒരു പൊതു സുഹൃത്തിനോട് സംസാരിച്ചു. ഇത് നൌഷിദ് അറിഞ്ഞു. രേഷ്മയോടുള്ള സംശയത്തിനൊപ്പം കൂട്ടുകാരോട് തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞതിലെ പകയും നൌഷിദിന് ആളിക്കത്തി. അയാൾ മനസ്സിൽ ചില തീരുമാനങ്ങളെടുത്തു. അതിനുശേഷം 2023 ഓഗസ്റ്റ് 9 നൌഷിദ് രേഷ്മയെ വിളിച്ചു. ഇന്ന് തമ്മിൽ കാണാമെന്നും കുറച്ചു കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നും രാത്രി ഒരുമിച്ച് കഴിയാമെന്നുമൊക്കെ അയാൾ അവളോട് പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകണം. അതുകൊണ്ട് തന്നെ നൌഷിദിനെ കാണണം, കണ്ട് സംസാരിക്കണം. താൻ വരാമെന്ന് രേഷ്മ സമ്മതിച്ചു. അങ്ങനെയാണ് രേഷ്മ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് രാത്രിയോടെ എത്തുന്നത്.
കാര്യങ്ങളൊക്കെ രമ്യതയിൽ പറഞ്ഞ് പരിഹരിക്കാമെന്ന് കരുതി എത്തിയ രേഷ്മയെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. കൂട്ടുകാരോട് എന്തിനാണ് തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞത് എന്ന് ചോദിച്ചായിരുന്നു തുടക്കം. ഇതിനിടയിൽ അവളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളെല്ലാം നൗഷിദ് അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ മർദ്ദനവും തുടർന്നു. ഇതെല്ലാം അയാൾ തൻ്റെ മൊബൈലിൽ പകർത്തിക്കൊണ്ടേയിരുന്നു. അയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത മൊബൈലിൽ "നീ എനിക്കെതിരെ കൂടോത്രം ചെയ്തില്ലേ" എന്ന് അയാൾ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് "ഞാൻ ആർക്കെതിരെയും ഒന്നും ചെയ്തിട്ടില്ല" എന്ന് പറയുന്ന രേഷ്മയുടെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അയാളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നതോടെ "എന്നെ അങ്ങ് കൊന്നേക്കൂ" എന്ന് രേഷ്മ നൗഷിദിനോട് പറഞ്ഞു. അയാൾ ഒട്ടും മടിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അയാൾ അവളെ തലങ്ങും വിലങ്ങും കുത്തി. രേഷ്മയുടെ ശരീരത്തിൽ 20ഓളം കുത്തുകളുണ്ടായിരുന്നു. തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് രേഷ്മ സുഹൃത്തുക്കളോട് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നെന്നും ഇതേക്കുറിച്ച് ചോദിച്ചതാണ് വഴക്കിലേക്കും പിന്നെ കൊലപാതകത്തിലേക്കും നയിച്ചതെന്നുമാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നൗഷിദ് പറഞ്ഞത്. നൗഷിദിൻ്റെ മാതാപിതാക്കളെ രേഷ്മയ്ക്ക് അയാൾ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. ഇവരുമായി രേഷ്മ വഴക്കിടുന്നതും മോശമായി പെരുമാറുന്നതും രേഷ്മയോടുള്ള പകയ്ക്ക് കാരണമായെന്നും നൗഷിദ് പോലീസിനോട് പറഞ്ഞു. എന്നാൽ രേഷ്മ കൂടോത്രം ചെയ്തെന്നുള്ള നൗഷിദിൻ്റെ ആരോപണം അയാളുടെ സംശയമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. നൗഷിദിനെതിരെ മുമ്പ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമത്തിന് കേസുണ്ടായിരുന്നു. മദ്യത്തിന് മാത്രമല്ല മയക്കുമരുന്നിനും അടിമയായിരുന്നു നൗഷിദ്. കൊലപാതകം നടത്തിയതിനു ശേഷം രേഷ്മയെ കൊലപ്പെടുത്തിയ കത്തി അയാൾ അടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. രേഷ്മയെ കൊലപ്പെടുത്തിയത് മറ്റാരോ ആണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത്. പിറ്റേന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി നൗഷിദ് പോലീസിന് കാട്ടിക്കൊടുത്തത്. വഴിവിട്ട ബന്ധത്തിൻ്റെ ഒരു ഇരയായിരുന്നു രേഷ്മ. ഇത്തരക്കാരുടെ വലയിൽ വീഴുന്നവർക്കുള്ള ഒരു പാഠം കൂടിയായിരുന്നു അവൾ.